ഏതു യുദ്ധ? ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധ, ബദർ ബാറ്റൽ. ആ ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധത്തിന് ആഹ്വാനമുണ്ട്. സൈനബ് ബീവിക്ക് വിഷയം കിട്ടിട്ട് ബദർ യുദ്ധത്തില് ഒരു ഭാഗത്തില് ബാപ്പ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുത്തോണ്ടുള്ള ആര്? ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നൊരു ഭാഗത്തില് ആര്? പിന്നൊരു ഭാഗത്തില് അതേ സ്വന്തം മാപ്പുല, എതിർ ഭാഗത്തില് സ്വന്തം മാപ്പുല. ഒരു ഭാഗത്തില് ബാപ്പ, പിന്നൊരു ഭാഗത്തില് സ്വന്തം മാപ്പുല. ബാപ്പ മറിച്ചെങ്കിലാ നക്ക് ബാപ്പ നഷ്ടപ്പെട്ടു പോയിട്ടല്ലേ. അതേ ടൈമില് മാപ്പുല മറിച്ചെങ്കിലാ മാപ്പുല മറിച്ച പിന്നെയായല്ലേ. സൈനബ് ബീവിക്ക് വലിയ ബേജാറ് മനസ്സിൽ വന്നു പോയിട്ട് ബദർ യുദ്ധ തീർത്ത്. ആ ബദർ യുദ്ധ തീർന്നപ്പോ സൈനബ് ബീവിയുടെ കാണുക വന്ന ആൾമാരൊട്ട സൈനബ് ബീവി കേക്കിട് നന്റെ ഫസ്റ്റ് കേട്ടമേ മാപ്പിളട അല്ല, ഫസ്റ്റ് കേട്ടമേ ബാപ്പ നന്റെ ബാപ്പ ഉയർന്നായിട്ട് അങ്ങ് ചൊന്നാറ് സൈനബേ റളിയല്ലാഹു അൻഹ, ബാപ്പക്ക് എന്തോ ആയിട്ടില്ല, ബാപ്പക്ക് സലാമത്തുണ്ടോ, ബാപ്പ എന്തോ ആയിട്ടില്ല, ബാപ്പക്ക് എന്തോ ആയിട്ടില്ല, ബാപ്പക്ക് എന്തോ ആയിട്ടില്ല. അൽഹംദുലില്ലാഹ് സൈനബ് ബീവി അതാ ശുക്ർ സുജൂദ് ആക്കിട്. ഒരു നല്ല സന്തോഷം കിട്ടുമ്പോൾ ശുക്ർ സുജൂദ് ഉണ്ട് ഉമ്മമാരെ. ആ ശുക്ർ സുജൂദ് ആക്കിട് സൈനബ് ബീവി. പിന്നെ കേക്കിട് എന്റെ മാപ്പിള എന്തായിട്ട് അബുൽ ആസിൽ അപ്പ ചൊന്നാറ് എന്തോ ആയിട്ടില്ല. പക്ഷേ എതിർഭാഗത്തിലുള്ള ആൽമാരെ അറസ്റ്റാക്കിട്. നിങ്ങളെ മാപ്പല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങായിട്ടുള്ളേ. നിങ്ങളെ ബാപ്പയുടെ ദർബാറിൽ അറസ്റ്റായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒരു തീർമാനം ചൊന്നൊരു. എന്ത്ര തീർമാനം? ഈ അറസ്റ്റായ ആൽമാരുടെ വിടണമെങ്കിൽ ആ അറസ്റ്റായ ആൽമാരുടെ പൈക്ക് എന്തെങ്കിലും ഒരു കൊടുക കിട്ടിയെങ്കിൽ മാത്രമേ അറസ്റ്റ് അതേ വിടുപാടോ അങ്ങനെ റിലീസ് ആക്കിടോ. സൈനബ് ബീവി ഇങ്ങനെ വിചാരിക്കട് നിന്റെ കയ്യിൽ യന്ത്രം ഉണ്ടോ? നോക്കുമ്പോ ഒരു മാല ഉണ്ട്. മാപ്പലടൊട്ടുള്ള പിറസപ്പാട് നോക്കറു നിങ്ങ. പെഞ്ഞയുടെ ബംഗാരെടുത്തിട്ട് തീർക്കുക തീറ. അതേ ടൈമിലോ പെഞ്ഞയുടെ ബംഗാരെടുത്തിട്ട് നിങ്ങൾ അകത്തെത്തുക നിങ്ങൾ തീർക്കണ്ട. അത് ചെറിയാവുടെ സ്വറ. ഇനി ഒരു പക്ഷേ അകത്തെത്തുക തീർത്തെങ്കിലേ അത് എടുത്തു കൊടുക്കുക മറക്കണ്ട. അതേ ടൈമിലോ പെണ്ണുങ്ങളൊട്ടതാ ചൊല്ലട്ട. മാപ്പിള ഒരു കഷ്ടത്തില് കുടുങ്ങിട്ടില്ലെങ്കില് ആ മാപ്പിള കേക്കാട്ടമേ നിങ്ങളെ ബംഗാറിനെ കൊടുത്തിട്ട് സഹായിക്കണത് അത് വലിയ സന്തോഷായിട്ടിക്കിട്. നിങ്ങൾക്ക് വലിയ ഖൈറ് കിട്ടുകൊരു തെരുവായിട്ടിക്കിട്. സൈനബ് ബീവിയുടെ കയ്യില് മാപ്പിളയുടെ റിലീസ് ആക്കുകയൊന്നുമില്ല. ആ സൈനബ് ബീവി എന്താക്കിട്ട് ഒരു മാല ഉണ്ട് കയ്യില്. ആ മാലയുടെ ഒരു മാല ഉണ്ട് കയ്യില്. ആ മാലയുടെ കൊടുക്കുടു. ആ മാലയുടെ അംർ ഇബ്നുൽ ആസ് തങ്ങളെ യദാ ബ്രദറുടെ കയ്യിൽ കൊടുത്തുള്ളൂ. അതാ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണോ. നിന്റെ മാപ്പിളയുടെ റിലീസ് ആക്കുക കൊടുക്കണോ. കാത്തോണ്ടല്ലേ തങ്ങ കില്ലൂർ തങ്ങ നിങ്ങളെ വേദിക്കുക വന്നോണ്ടുണ്ട്. അല്ലാഹു തആല തന്ന സമയത്തല്ലേ നിങ്ങളെ എല്ലാ തങ്ങന്മാരും എല്ലാവരും ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ബിബറകത്തി ബിസ്മില്ലാഹി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു. അൽഹംദുലില്ലാഹ് ഞങ്ങൾ എല്ലാവരും കാത്തോണ്ടിനെ തങ്ങ ഞങ്ങളെ വേദിക്കക്ക് ബന്ധു അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇനി തങ്ങളെ ഉപദേശവും തങ്ങളെ ദുആ ആയിട്ടിക്കടെ. ഞാൻ ഈ ചൊന്ന ചരിത്രം അത് വേഗം ഒന്ന് തീർത്തിട്ട് ഞാൻ എന്റെ പൽക്ക നിപ്പാട്ടെ. അപ്പൊ ചൊന്നോട്ട് വന്നേ മാപ്പിളയുടെ റിലീസ് ആക്കുക സൈനബ് ബീവിയുടെ കയ്യിൽ ഒരു മാല ഉണ്ട്. ആ മാല കൊടുക്കുടൂ. മാപ്പലയുടെ ബ്രദറുടെ കയ്യിൽ കൊടുത്തിട്ട് കടത്തിടൂ. നല്ല മാപ്പലയുടെ റിലീസാക്കുക ചൊല്ലണു, ഗുഡകു ചൊല്ലണു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർബാറിൽ ചമ്മ കൊടുക വന്നിട്ട് പോകുന്നത് കണ്ട്
ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ ഒരു മാല ഉണ്ട്. ആ മാലയുടെ എവിടമാവൊന്ന് നോക്കിയ പോലെ ഉണ്ടല്ലേ, ആ മാലയുടെ എവിടമാവൊന്ന് നോക്കിയ പോലെ ഉണ്ടല്ലേ ബാപ്പാ ബാലക്കാറ മരടാപ്പറച്ചിട്ട് നണ്ട പൽക്ക കേട്ടോണ്ടുള്ളൂ ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആ കൂട്ടത്തിലെ എവിടമാവർ മോത്തിൽ ഒഞ്ചിരിച്ചിട്ടുള്ള ആ മാലയുടെ മെല്ലെ ഒന്ന് എടുക്കരുത്. ഹബീബായ തങ്ങളെ മോത്തുക വെച്ചിട്ട് മുൽപ്പുണകു സുറാക്കട്. സ്വഹാബാ ഇതൊരു സാമാന്യ മാല അല്ല സ്വഹാബാ, ഇതൊരു സാമാന്യ മാല അല്ല സ്വഹാബാ. ഇത് നമുക്ക് പരിചയമുള്ള മാല ആയിട്ടിക്കട്, ഇത് നമുക്ക് ഗുന്തുള്ള മാല ആയിട്ടിക്കട്. ഇത് ആര മാല, ഇത് എവിടെ വന്നു? അപ്പ ചൊന്നാറ് സ്വഹാബത്ത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിങ്ങളെ പിറസത്ത മോള് സൈനബിന്റെ നബിയേ, സൈനബിയുടെ മാപ്പിള ആയിട്ടുള്ളോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മർമോനായിട്ടുള്ള സൈനബിയുടെ മാപ്പിള ആയിട്ടുള്ള സൈനബിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള റളിയല്ലാഹു അൻഹാ അബുൽ ആസ് തങ്ങളെ ബുടകായിട്ട് നിങ്ങളെ മോള് സൈനബ് ബീവി കിടത്തിയ മാലായിട്ടിക്കട്. ഹബീബായ തങ്ങൾക്ക് പുൽപ്പുനിപ്പാട്ടുകായോട്ടില്ല. സ്വഹാബത്തിനെ മോത്തുക നോക്കിട്ട് ചുറ്റു സ്വഹാബ ഈ മാല ഒരു സാമാന്യ മാല അല്ലാ. ഇതാര മാല കുന്തുണ്ടാ, ഇതാര മാല കുന്തുണ്ടാ നക്ക് ഒന്നുറ കാട്ടിയാറ പെഞ്ഞൈ മാറിന്നെങ്കിലോ നന്റെ ലൈഫില് മറക്കുകയാവാത്ത നന്റെ പിറസത്ത പെഞ്ഞൈ, നന്റെ ലൈഫില് നന്റെ ഒന്നാമത്തെ പെഞ്ഞൈ. ആ നന്റെ പെഞ്ഞൈ വഫാത്താവിടെ തോലു, ആ നന്റെ പെഞ്ഞൈ വഫാത്താവിടെ തോലു. രണ്ടാമത്തെ ഒരു വൈവാഹിക ജീവനത്തില് നാന് പാദാർപ്പണ ആക്കില്ല സ്വഹാബ. ആ പെഞ്ഞൈ ആര് കൊണ്ടുണ്ടാ അതാ നാണ് ഗുഹലിക്കുമ്പോ, നാണ് ഗുഹലിക്കുമ്പോ വഹി എന്ത്രേ ചൊന്നിട്ട് കൊണ്ടില്ലാത്ത ടൈമില് അല്ലാ ആ ഗുഹലിക്കണ ടൈമില് വഹി വന്നപ്പോ, ആ വഹി വന്നപ്പോ നന്റെ നെറ്റിവേർക്ക് സുറായിത്ത്, നന്റെ തടിവേർക്ക് സുറായിത്ത്. പരിചയമില്ലാത്ത ഒരു വഹിയുടെ അല്ലാഹുടെ മെസ്സേജിനെ ഞാൻ അക്സെപ്റ്റ് ആക്കുമ്പോ നക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ അനുഭവമല്ലേ. തന്റെ തടിവേർക്ക് സുറായിത്ത്, തന്റെ തടിവേർക്ക് സുറായിത്ത്, നക്ക് പണിവർക്ക് സുറായിത്ത്. ആരും നന്റെ കൈപിടിച്ചിട്ട് സമാധാനം ചൊല്ലുക ഇല്ലാത്ത ഒരു ടൈം സ്വഹാബ. നിങ്ങൾ ആരും നന്റെ മുട്ട പറയാത്ത ഒരു ടൈം സ്വഹാബ. നന്റെ കൈപിടിച്ചിട്ട് ഒരാൾ പോലും സമാധാനം ചൊല്ലിട്ടു തന്റെ മനസ്സിന് സമാധാന തരുകൂ ഒരാൾ നന്റെ മുട്ടയില്ലാത്ത ടൈം സ്വഹാബ. ഉമ്മ അതല്ലേ പിന്നെയിട്ട് ചൊന്നെങ്കില്, ഉമ്മ അതല്ലേ പിന്നെയിട്ട് ചൊന്നെങ്കില് ആ ടൈമില് നന്റെ കൈപിടിച്ചിട്ട്, നന്റെ കൈപിടിച്ചിട്ട് നന്റെ മുഖ വർഷിട്ട്, നന്റെ നെന്നി വർഷിട്ട്, നന്റെ കൈകാല് ഒത്തി തന്നിട്ട് കല്ലാ നബിയെ പേടിക്കണ്ട നബിയെ, തങ്ങ പേടിക്കണ്ട നബിയെ. വല്ലാഹി അല്ലാഹുവാണ് സത്യം, അല്ലാഹുടെ മേലെ പ്രോമിസ് ഇട്ടിട്ട് ചൊന്നവർ പൽക്ക ലാ യുഖ്സീക അല്ലാഹു അബദാ. ഹബീബായ തങ്ങായിട്ടുള്ള നബിയുടെ ഒരിക്കലും അല്ലാഹു കൈവിടില്ല നബിയെ. തങ്ങ പേടിക്കണ്ട. കാരണം എന്തോ? കാരണം തങ്ങ കുടുംബബന്ധം മുറിച്ചില്ല. തങ്ങ എത്രമാ കഷ്ടപ്പാട് സഹിച്ചാൽ അതിഥി സത്കാരത്തിന് വലിയ ആവേശം കാട്ടിയ നേതാവല്ലേ. അതുകൊണ്ട് തങ്ങ ചമ്മ നല്ല സ്വറയെടുത്ത മഹാനല്ലേ. തങ്ങളെ കയ്യങ്ങ പൊടില്ല. പേടിക്കണ്ട നബിയെ ചൊന്നിട്ട് നന്റെ തടിയുടെ തടവി തന്നിട്ട് നന്റെ മൂത്ര വർഷി തന്നിട്ട് നന്റെ മനസ്സിന് സമാധാനം തന്ന അതേ തന്നെ സമാധാനം തന്നെ പെഞ്ഞയി. അതാ മക്കത്തെ ആൽമാർ
ആൽമാര് മക്കത്തെ ആൽമാര് നാ പൽക്കനിപ്പാട്ട ഗമന വെച്ചിട്ട് കേൾക്കൊരു മക്കത്തെ ആൽമാര് നന്റെ ಬಗ್ಗೆ മുഹമ്മദ് ഇട്ട് ചൊന്നെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ഇല്ലാത്ത ആള് പൈസ ഇല്ലാത്ത ആള് ആസ്തി ഇല്ലാത്ത ആള് അന്തസ്തില്ലാത്ത ആള് ഇട്ട് ചൊന്ന് നടന്നപ്പോ അതാ നന്റെ പെഞ്ഞയുടെ കാതക പൂന്തു നന്റെ പെഞ്ഞയുടെ കാതക പൂന്നപ്പോ നന്റെ പെഞ്ഞ എന്താക്കി ഉന്തുണ്ട മക്കത്തെ ആൽമാരുടെ മുന്നോള് നന്റെ കയ്യിൽ പൈസ ഇല്ല ആസ്തി ഇല്ല അന്തസ്തില്ല എന്നിട്ട് നടന്ന മക്കത്തെ ആൽമാരുള്ളാറല്ലേ ആ മക്കത്തെ ആൽമാരെ എതിർന്നു തന്റെ പവർ എന്തേട്ട് കാട്ടിക്കൊടുത്ത നന്റെ പെഞ്ഞയെ തീർന്നില്ല അതാ നന്റെ പെഞ്ഞ എന്താക്കിയാല് നന്റെ പെഞ്ഞയുടെ അരമനയിൽ ഒരു പാർട്ടി വെച്ചാല് ഒരു ഡിന്നർ വെച്ചാല് ആ ഡിന്നറിಗೆ മക്കത്തെ എല്ലാ പ്രമാണിമാരെ വിളിച്ചാറ് അണ്ട് നന്റെ പെഞ്ഞയുടെ അരമനയിലുണ്ടല്ലേ ഇല്ലാത്ത തെനസില്ല ഇല്ലാത്ത ഫുഡില്ല എല്ലാ ഫുഡും അറേഞ്ച് ആക്കിട്ട് വെച്ചിറാറ് ആ ടൈമില് മക്കത്തെ എല്ലാ പ്രമാണിമാര് അബൂജഹൽ ഉത്ബത്ത് ശൈബത്ത് എല്ലാ വലിയ ശത്രു വിഭാഗത്തെ പ്രമാണിമാര് അതാ നന്റെ പെഞ്ഞയുടെ അരമനയിൽ വന്നിട്ട് വെച്ചിട്ട് തിന്നത് റെഡിയായിട്ടിരിക്കുമ്പോ തന്റെ പെഞ്ഞയിൽ ചെന്ന ഒരു പൽക്ക ഉണ്ട് ഒരാളും തെനസക കൈയിടകു തീറാ ഇവിടെ ഭരണായ കാത്തോട്ടിക്കട ഒരാളുണ്ട് ഞാൻ ഇത്രത്തോളം വാതു ചൊല്ലുക കാരണം എന്തോ നിങ്ങൾ ഇത്രത്തോളം നീക്കമുള്ള കാരണം എന്തോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട അല്ല ഇമ്മത്തു മിൻ നേതാക്കന്മാര് തങ്ങന്മാരായിട്ടിക്കിടാറ് ആ തങ്ങന്മാരെ കൂട്ടത്തില് ബഹുമാനപ്പെട്ട കില്ലൂര് തങ്ങ പറകുവേനായിട്ട് കാത്തോണ്ടിരുന്ന അല്ലേ തങ്ങ വന്നപ്പോ നങ്ങ എഞ്ചിലുണ്ടല്ലേ തങ്ങുവേനായിട്ട് നന്റെ പൽക്ക നിപ്പാട്ടുന്ന വന്നില്ലേ ഞാൻ എന്തെങ്കിലും ചെന്നോണ്ടുള്ളൂ ആ പെഞ്ഞയുടെ ഔത്തുള്ളൂ അരമണനതാ തെനസ് റെഡിയാക്കിയപ്പോ എല്ലാരും കൈയിട്ടിട്ട് തിന്നത് റെഡിയാവുന്ന ടൈമില് പ്ലേറ്റ് കൈയിടണ്ട ഒരാള് വന്നിട്ട് സ്റ്റാർട്ടാക്കിയ പിന്നമേ കൈയിടണു എല്ലാരും കാത്തോണ്ടിക്കുമ്പോ അബൂജഹൽ ഇങ്ങനെ നോക്കിയോണ്ടുള്ള ഉത്ബത്ത് ഇങ്ങനെ നോക്കിയോണ്ടുള്ള ശൈബത്ത് ഇങ്ങനെ നോക്കിയോണ്ടുള്ള മക്കത്തെ വലിയ പ്രമാണിമാർ നോക്കിയോണ്ടുള്ള ഞങ്ങളെ കാട്ടി വലിയ ആളാറ് എല്ലാരും ഇങ്ങനെ നോക്കുമ്പോ വന്നോണ്ടുള്ള ആരവന്തുണ്ടാ ആദി അമൈതി നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് ആദരവായ നബിയുള്ളാഹ് ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലദുൽ അമീന വന്നാ നബി آمنا برسول الله جرجل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വന്നിട്ട് അതാ സിംഹാസനത്തിന്മേൽ ഇരിക്കുമ്പോ ആ നന്റെ പെഞ്ഞയെ ചൊന്ന പൽക്കന്ദ്ര കൊണ്ടുണ്ടാ അബൂജഹലുടെ ചൊന്ന പൽക്കന്ദ്രോ ഉത്ബത്തരുടെ ചൊന്ന പൽക്കന്ദ്രോ ശൈബത്തരുടെ ചൊന്ന പൽക്കന്ദ്രോ മക്കത്തെ വലിയ ശത്രു വിഭാഗത്തെ പ്രമാണിമാരെ എതിർന്ന് വെച്ചിട്ട് ചൊന്ന പൽക്കന്ദ്ര കൊണ്ടുണ്ടാ നിങ്ങ എന്ത്ര ചൊന്നു മക്കത്തെ പ്രമാണിമാര് നിങ്ങ എന്ത്ര ചൊന്ന നന്റെ മാപ്പളുടെ ಬಗ್ಗೆ നിങ്ങൾ എന്ത്ര ചൊന്നോ തന്റെ ലൈഫ് പാർട്ട്ണറുടെ ಬಗ್ಗೆ നിങ്ങൾ എന്ത്ര ചൊന്നോ തന്റെ ഹസ്ബൻഡിന്റെ ಬಗ್ಗೆ നിങ്ങൾ എന്ത്ര ചൊന്നോ എന്തും ഇല്ലാത്ത ദരിദ്രാണ്ടല്ലോ എന്തും ഇല്ലാത്ത മനുഷ്യണ്ടല്ലോ നിങ്ങൾ നോക്കൂ ഈ കാണ്ട തെനസ് ഫുള്ള് നണ്ടതല്ല അത് നന്റെ മാപ്പിളിടത് ഈ കാണ്ട കൊട്ടാര നണ്ടതല്ല അത് നന്റെ മാപ്പിളിടത് ഏത് നന്റെ ഇസ്സത്ത് ആരെ കൊരടിയാക്കുക നോക്കുമ്പോ നന്റെ ഇസ്സത്ത് വലിയ ഇമേജ് തന്നോണ്ടുള്ള നന്റെ പെരുസത്തെ പെഞ്ഞിമാരെ കൂട്ടത്തിൽ പറക്കുക
തന്റെ പെണ്ണയില്ലേ സയ്യിദത്തുനാ മക്കത്തെ വലിയ രാജാത്തിയില്ലേ മക്കത്തെ വലിയ ഖോജാത്തിയില്ലേ ബീവി ഖദീജത്തുൽ കുബ്രാ സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്രാ ബീവി ഖദീജത്തുൽ കുബ്രാ വാളിങ്ങനെ കേട്ട് രചമയാവല്ല റളിയല്ലാഹു അൻഹു സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ നന്റെ പെഞ്ഞയുടെ മാല സ്വഹാബത്തെ അത് നന്റെ പെഞ്ഞയി നന്റെ മോള് സൈനബിടെ മങ്ങിലാക്കി കൊടുക്കുമ്പോ മോളുക്ക് ഗിഫ്റ്റ് കൊടുത്ത മാല സ്വഹാബത്തെ നിങ്ങൾക്ക് മനസ്സിಗೆ സമാധാനം ഉണ്ടുണ്ടായി നന്റെ മാലയുടെ ഞാൻ സൈനബിക്ക് കടത്തട്ട പെറു കടത്തട്ട നന്റെ മർമോണ്ട് നാ റിലീസ് ആക്കട്ട സ്വഹാബത്ത് ചൊന്നാറ് നബിയെ തങ്ങ ചൊന്നതിന് അപ്പുറം എന്തുണ്ട നബിയെ ഞങ്ങളെല്ലാരും ഉള്ള തങ്ങ ചൊന്നവിടെയല്ലേ തങ്ങ ഞങ്ങളൊട്ട് എന്തിക്ക് കേക്കിടുന്നതിനകത്യ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാല അപ്പുറം കടത്തിത്ത് ചരിത്ര ദീർഘമായത് ഇതിപ്പോ ദീർഘമാവൂല്ലേ ഞാൻ ഈ ചരിത്ര ഉടക്ക് ബാക്കി വെച്ചോണ്ടുള്ളേ സൗകര്യയിക്കുമ്പോ പിന്നൊരു പിന്നൊരു മോത്തലി എവിടെയെങ്കിലും ചൊല്ല നാളെ തുർക്കലിക്ക് ഉറൂസരവാദുണ്ടുണ്ടുണ്ടു പക്ഷെ അത് ക്യാൻസൽ ആയിറയില്ലേണ്ട ഒന്നില്ല ഇൻഷാ അല്ലാഹ് സൗകര്യം ഇല്ലെങ്കിൽ അവിടെ ചൊല്ല തങ്ങളതേ പാട്ടിട്ട് ഇനി ചെമ്മ ചൊല്ലുന്ന കായോണ്ടില്ല ഞാൻ എന്റെ പൽക്ക നിപ്പാണ്ടേ ആ നല്ല ദാമ്പത്യ ജീവന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളു സയ്യിദത്തുനാ ബീവി സൈനബ് റളിയല്ലാഹു അൻഹ മർമോണു അബുൽ ആസ് റളിയല്ലാഹു അൻഹു ആ മഹാന്റെ നല്ലാക്കി എടുക്കുന്നതിന്റെ ചരിത്രമായിട്ട് അബുൽ ആസ് തങ്ങളെ പാടം വിളിച്ചിട്ട് പിന്നെ നിയമ ബന്ധ് ജണ്ടാലും ಬೇರೆ ಬೇರೆ ആക്കണോ ചൊല്ലുന്ന നിയമ അങ്ങ ജണ്ടാലും ಬೇರೆ ಬೇರೆ ആയാറ് ಬೇರೆ ಬೇರೆ ആയപ്പോ പിന്നെ ഒന്നായാറ് ലാസ്റ്റ് ഇസ്ലാമുക വന്നാറ് ಅದರ നടുവ് ചെമ്മ വിവരിക്കണായ ഘട്ടന ഉണ്ടു നാനോട് നിപ്പാട്ടിയോണ്ടുല്ല നാ ചൊന്നോണ്ട് വന്നേ ഒരു മാപ്പിളയുടെ ഇസ്ലാമിയുടെ പറത്തിന്നിട്ട് ആ മാപ്പിളയുടെ ഇസ്ലാമുക കൊമ്പറണു ഒരു പെണ്ണുട് കൊണ്ട് സാധിച്ചിട്ടുണ്ടായെങ്കില് ഉമ്മമാരെ മാപ്പിളമാരെ നല്ലാക്കി എടുക്കണായ ജവാബ്ദാരി നിങ്ങളെ കയ്യിലുണ്ടു ആ നല്ല കുടുംബ ജീവന നയിച്ചിട്ട് സ്വർഗത്തിലൊരു നല്ല കുടുംബ ജീവനാക്കുക അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ ദുനിയാവിലുള്ള ഞങ്ങളെ പെഞ്ഞൈമാരമേ നമുക്ക് സ്വർഗത്തിൽ പെഞ്ഞൈമാരായിട്ട് അല്ലാഹു തരട്ടെ ആരും ആമീൻ ചൊല്ലില്ലല്ലേ നാ ഗൊന്തു നിങ്ങൾ എന്തേ ചൊല്ലാത്ത ഒന്ന് ജോറ് ചൊല്ലൂർ ആമീൻ നാളെ നാഷ്ട കിട്ടിയില്ലെങ്കിൽ നാൻ ജവാബ്ദാരി അല്ലാവാ തങ്ങൊന്ന് അങ്ങ് നങ്ങിപ്പോ പോണ്ട സുബൈക്ക് നാഷ്ട കിട്ടിയില്ലെങ്കിൽ നങ്ങ ജവാബ്ദാരി അല്ല അല്ലാഹു ഞങ്ങളെ ദുനിയാവിലുള്ള ഞങ്ങളെ പെഞ്ഞൈമാരമേ ഞങ്ങൾക്ക് സ്വർഗത്തിൽ അല്ലാഹു പെഞ്ഞൈമാരായി തരട്ടെ ഈ സദസ്സിലുള്ള ഉമ്മ പെങ്ങന്മാർക്ക് എല്ലാവർക്കും ദുനിയാവിടെ ആണിങ്ങളെമേ സ്വർഗത്തെ മാപ്പിളമാരായിട്ട് കൊടുക്കട്ടെ നങ്ങാമീൻ ചൊന്ന അങ്ങ ചൊന്നിട്ടിക്കുവാറാ അപ്പൊ ഇൻഷാ അല്ലാഹ് അതേ ടൈമിലും ഏതൊരു മനുഷ്യൻ സ്വർഗത്ത് പോകുമ്പോ ആണുടൊട്ടും പെണ്ണുടൊട്ടും അല്ലാഹു തആല കേൾക്കണോല നിങ്ങൾക്ക് ദുനിയാവിടെ പിന്നെയാവണ അല്ല അതിനെ കാട്ടി നല്ല ഒരു വേണാണ് അപ്പൊ നമുക്ക് ദുനിയാവിടെ പിന്നെയമേ ദുനിയാവിടെ അപ്പൊ അവൾ അവിടെ ചേഞ്ച് ആയിട്ട് നല്ല ഇതായിട്ട്